പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ജീവനോടെ ദിവ്യകാരുണ്യത്തില് സാന്നിധ്യം നൽകുന്ന ഈ സ്വർഗീയ നിമിഷത്തിൽ ഈ ശുശ്രൂഷയിലെ എല്ലാ ഇടങ്ങളിൽ നിന്ന് എല്ലാ ഭവനങ്ങളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആവശ്യമായ ദൈവസ്നേഹവും ഭക്തിയും വിശ്വാസവും പ്രത്യാശയും ആത്മധൈര്യവും നൽകി എന്റെ ദൈവമേ ഈ നിമിഷം അനുഗ്രഹിക്കണമേ. നമ്മൾ 50ഓളം സാക്ഷ്യങ്ങളാണ് കേട്ടത്. 50ഓളം സാക്ഷ്യങ്ങൾ. ഇനിയും കുറേ സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ സമയം ഇപ്പം തന്നെ 3 മണിയായത് കാരണം, സമയത്തിൻ്റെ കുറവ് കാരണം നമ്മൾ സാക്ഷ്യങ്ങൾ കുറച്ചതാണ്. അമ്മ ശരിക്കും നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഈ മണ്ണിൽ നിങ്ങൾ കാലുകുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും പരിശുദ്ധ അമ്മ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി ഈശോനെ ഇടപെടുത്തുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു സൗഭാഗ്യം എന്ന് പറയണത്. പല സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മദർ വി റിയലി താങ്ക് യു എന്ന് പറയാൻ, അമ്മേ ശരിക്കും നന്ദി പറയണമെന്ന്. കാര്യം ആ ഒരു 13 വർഷമായിട്ട് ഹസ്ബൻഡ് മരിച്ചുപോയ ഒരു മോള്, സ്വന്തം മക്കൾ അവരെ കരുതാത്തൊരമ്മ ചോദിച്ചത് എന്താ, എനിക്ക് ലൈഫ് തരണമെന്ന് പറഞ്ഞു. കാരണം ലൈഫ് ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്കൊരു ലൈഫ് തരണം, അവരുദ്ദേശിച്ച ജീവിത പങ്കാളിയെ തരണമെന്നാണ്. അപ്പോൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവൾക്ക് പറ്റിയ ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ അമ്മയ്ക്കറിയാൻ പറ്റും. അമ്മ അത് കണക്ട് ചെയ്ത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. നമ്മൾക്കത് കേട്ടപ്പോൾ വലുതായിട്ട് തോന്നത്തില്ല, പക്ഷേ ജീവിച്ച് നോക്കണം ഒറ്റയ്ക്ക് ഇതുപോലൊരു സാഹചര്യത്തിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ സന്ധിപ്പ് ആവശ്യമുള്ളവർക്ക് ഇപ്പോഴൊക്കെ എന്താ മനസ്സിലായെന്നറിയാവോ? ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തായാലും അറ്റ് എനി മെഷർ മദർ വിൽ ഇനാക്ട്. എന്ത് രീതി വേണമെങ്കിലും അമ്മ അതിനെ കണ്ണീരൊപ്പാൻ അമ്മ സ്വന്തം വഴികൾ കണ്ടെത്തിക്കൊണ്ട് അത് പരിഹരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി നേച്ചർ എപ്പോഴും ശ്രദ്ധിക്കാൻ നോക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ വരുന്നത് ഉടമ്പടി പ്രകൃതിയുണ്ട്. ഇപ്പോൾ ഒരു സഹോദരിയുടെ സാക്ഷ്യം കേട്ടില്ലേ? എന്താ വെച്ചാൽ ആ ഒരു അമ്മച്ചിയുടെ സാക്ഷ്യം കേട്ടില്ലേ? എന്താണ് അമ്മച്ചിയുടെ കഷ്ടപ്പാടും കുടുംബത്തോടുള്ള ഉത്തരവാദിത്വവും ഒക്കെ കൊണ്ട് സഹോദരങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വന്ന കാര്യം പറഞ്ഞില്ലേ അവർ, ഇല്ലേ? പക്ഷേ അവരെല്ലാം രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഷീ തിങ്സ് സോ, അവരുടെ അനുഭവത്തിൽ നിന്ന് അവർക്ക് തോന്നണു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ കൈവിട്ട് എന്ന് കാണും. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും നിരാശയും ഒക്കെയായി. അവരുടെ സഹോദരങ്ങളുമായിട്ട് ഇപ്പോൾ ബന്ധമില്ലാതെയായി ശരിക്കും. പക്ഷെ ഉടമ്പടിയിൽ കൗൺസിലർ നമുക്ക് നിബന്ധനകൾ പറഞ്ഞു തരത്തില്ലേ, അല്ലേ? പച്ച പേപ്പറാണ് എൻ്റെ മർമ്മമെന്ന് പറയണത്. വെള്ളപ്പേപ്പർ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് പച്ച പേപ്പറിനെ കുറിച്ചാണ്. അവിടെയാണ് അതിൻ്റെ മർമ്മം ഇരിക്കുന്നത്. അതിൻ്റെ 3 പാപങ്ങൾ ഉപേക്ഷിക്കുന്ന സ്ഥലത്ത് അവിടെ ക്ഷമയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൗൺസിലർ അടിവരയിട്ട് തരും, ക്ഷമ. അപ്പോൾ ആരോടെങ്കിലും ഇപ്പോഴും പത്രം കൊടുക്കണ്ട, അവരോട് അവിടെ ഇരിക്കാൻ പറ.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹല്ലേലൂയ 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 മഹത്വം മഹത്വം മഹത്വം. അതായത് ക്ഷമ കൊടുത്തപ്പോൾ ക്ഷമക്ക് അങ്ങ് ഈശോക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ക്ഷമയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈശോയ്ക്ക് വരാനുള്ളൊരു നാഷണൽ ഹൈവേ ഉണ്ടാക്കി കൊടുക്കണ പോലെയാണ്. നമ്മളെങ്ങനെയാണെന്നറിയാമോ? ഈ വിളക്കുകളൊക്കെ തല്ലിക്കെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് വെളിച്ചമേ നയിച്ചാലും എന്ന് പറഞ്ഞ പോലെ ഒരു കവിതയാണ്. വിളക്കുകളെല്ലാം തല്ലിക്കെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു വെളിച്ചമേ നയിച്ചാലും, അങ്ങനെ ഒരു മലയാളം കവിത ഉണ്ട്. അതുപോലെ ക്ഷമ എന്ന് പറയുമ്പോൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനാക്ട് ചെയ്യാൻ പറ്റിയ, പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അതാണ് എൻ്റെ ഗുണം. അല്ലാതെ ധ്യാനം കൂടിയത് കൊണ്ട്, ഉടമ്പടി പ്രാർത്ഥന എടുത്തുകൊണ്ട് നമ്മളതിൻ്റെ ഭാഗമായിട്ട് 3 പാപങ്ങൾ ഉപേക്ഷിക്കുകയല്ല. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾക്കിവിടെ നേരെ മതിലുണ്ടായിരുന്നല്ലേ, പണ്ടോർക്കണില്ലേ, പണ്ടത്തെ കൃപാസനത്തിൽ നിങ്ങൾ വന്നിട്ടില്ലേ? അപ്പോൾ അവിടെ ഉള്ളവർ ആരെയും കാണാൻ പറ്റത്തില്ല, ചുമ്മാ ഒരു കിളിവാതിൽ പോലെ ഓരോ വാതിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ അമ്മ ആദ്യം എൻ്റെ മനസ്സിൽ തോന്നിച്ചത് മതിലെടുത്ത് കളയാനാണ് പറഞ്ഞത്. ഉടമ്പടിക്ക് തുമ്പ് തുടങ്ങിയത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തട്ടുമ്പോൾ മത് തട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ് അപ്പുറത്തെ സ്ഥലം കൊടുക്കുകയും മേടിച്ചോളാൻ പറഞ്ഞു. പെട്ടെന്നായിരുന്നു. പിന്നെ ഒരു മാസം കൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒറ്റ മാസം കൊണ്ടാണ് മധുരം തട്ടിക്കൊടുത്ത് അപ്പുറത്തെ സഹോദരങ്ങൾ ആ സ്ഥലം നമുക്ക് തരാനും ഇടയായി. അങ്ങനെ അവരും പോയി സമാധാനത്തിൽ ജീവിക്കണേ. എല്ലാം അങ്ങ് മാറി. ഈ മാറ്റം നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. അതാണ് അമ്മച്ചിയുടെ ക്ഷമ. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊന്ന് ഓർക്കണം, ആ പച്ച പേപ്പർ ഒന്ന് വീട്ടിൽ പോയി വായിച്ച് നോക്കണം കേട്ടോ. ഇത്രയും കാര്യം ഉടമ്പടി ഭയങ്കര സ്പീഡാണ്, മഹാസ്പീഡാണ്. കാര്യം ആ കുഞ്ഞ് അവസാന സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ? അവർക്ക് വിസ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലാതെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോയപ്പോൾ വന്ന് അവസാനത്തെ പിടിവള്ളി പോലെ ചെയ്തതാണ്. 24 മണിക്കൂറിനുള്ളിൽ വിസ ഓൺലൈനിൽ വരികയാണ്. അത്രയും സ്പീഡാണ്. ഇതിപ്പോൾ ഒറ്റ പൈസ കേസല്ല. ഉടമ്പടി എല്ലാം ഫ്രണ്ട് പേജിൽ, പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ സ്പീഡ് എന്തുമാത്രമാണെന്ന്. സ്പീഡെന്ന് പറഞ്ഞാൽ എന്താണ്? സമയമാണ് അല്ലേ? സ്പീഡെന്ന് പറഞ്ഞാൽ എന്താണ്? സമയമാണ്. കാര്യം സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് ഫുൾ കൺട്രോളാണ്. സമയത്തിൻ്റെ അത് ഉടമ്പടി എന്താണെന്നറിയോ? അച്ഛൻ ഇതുപോലെ എപ്പോഴും നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഞാനിവിടെ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ക്ലാസ് ചിലപ്പോൾ കിട്ടാതെ നിങ്ങൾ കേൾക്കാൻ പറ്റാതെ വരും. പക്ഷെ ഇതിൻ്റെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അച്ചിട്ട പോലെ സംഭവം ചെയ്യും. കാര്യം സമയത്തിൻ്റെ മേലും സ്ഥലത്തിൻ്റെ മേലും അമ്മയ്ക്ക് സ്വയം നിർണായകമായ അവകാശമാണ്. എന്താ കാര്യം? ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സമയം, ഈ 2 കാര്യം വേണമല്ലോ. നമുക്കൊരു സംഭവം നടക്കണമെങ്കിൽ അല്ലേ, ഒരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ് ഒക്കർ ചെയ്യണമെങ്കിൽ, ഒരു ഈവൻറ്റ്സ് ഒക്കർ ചെയ്യണമെങ്കിൽ 2 ഘടകങ്ങൾ വേണം. ഒന്ന് അതിന് സ്ഥലം വേണം, രണ്ടാമത്തത് സമയം വേണം. ഇതാണ് നമ്മുടെ ഭൗതിക സാഹചര്യമെന്ന് പറയണത്. മാനുഷിക ഭൗതിക സാഹചര്യങ്ങൾ സമയവും സ്ഥലവുമാണ്. ഇതിൻ്റെ മേൽ അധികാരം സ്ഥാപിച്ചാൽ പിന്നെ ഭൗതിക ജീവിതം എളുപ്പമായി. ഈ അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് സ്വയം നിർണ്ണയിക്കാൻ പറ്റിയ അധികാരമുണ്ടെന്നുള്ളതാണ് ഉടമ്പടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? പുണ്യാളന്മാരുടെ കൂടെ അല്ലെന്നർത്ഥം. നിങ്ങൾ യൂദാസ് പുണ്യാളൻ്റെയും അന്തോസ് പുണ്യാളൻ്റെയൊക്കെ വെട്ടിക്കൊണ്ടുപോയി അപേക്ഷക്കത്തിട്ടിട്ടില്ലേ? ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേര് സ്വയം നിർണ്ണയിക്കാൻ വിശുദ്ധന്മാർക്ക് അവകാശമില്ല. അതാണ് വിഷയം. കാര്യം മനുഷ്യാവതാരം എന്ന് പറയണത് പുണ്യാളന്മാരില്ലാതെ നടക്കത്തില്ലേ? പക്ഷെ അമ്മയില്ലാതെ നടക്കുമോ? സ്വരത്തിപ്പറ. വിശുദ്ധന്മാരില്ലാതെ മനുഷ്യാവതാരം നടക്കും. പക്ഷെ അമ്മയില്ലാതെ മനുഷ്യാവതാരം നടക്കുമോ? ഇല്ല. അപ്പോൾ ദൈവത്തിന് ഇൻഡിസ്പെൻസിബിൾ ഇന്നെവിറ്റബിൾ പാർട്ടാണ്. അമ്മയില്ലാതെ അവതരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്നാ ചെയ്തിരിക്കണേ? മനുഷ്യാവതാരത്തെ തുല്യ പങ്കാളി എന്ന നിലയിൽ മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ
അതിൻ്റെ സ്ഥലം, അതിൻ്റെ സമയം നിശ്ചയിക്കാൻ ആദ്യമേ തന്നെ കുരിശിൽ വെച്ച് കൊടുക്കേണ്ട അധികാരം ആമുഖത്തിൽ, പുതിയ നിയമത്തിൻ്റെ ആമുഖത്തിൽ തന്നെ കൊടുത്തു. മദർ, ഇറ്റ് ഈസ് യുവർ കപ്പാസിറ്റി ടു ഡിസൈഡ് ദ ടൈം ആൻഡ് പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കാൻ, അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് മദറിനെ ഇൻസ്പയർ ചെയ്യണത്, പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്യണത്. പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞു, മദർ മേരി, ഇതാണ് ടൈം, ഈശോ പ്രവർത്തിക്കാൻ പോകുന്നു, പക്ഷെ നിനക്ക് സമയം നിശ്ചയിക്കാം. മദർ, ദിസ് ഈസ് ടൈം. മേരി, ഇതാണ് ടൈം, ഈശോ പ്രവർത്തിക്കാൻ പോകുന്നു. നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കാത്തിരുന്ന തിത്വത്തിൻ്റെ രണ്ടാമത്തെ പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടിയും അടയാളങ്ങളുടെ അത്ഭുതങ്ങളിലൂടെ അടയാളം കാണിച്ചുകൊണ്ട് സാത്താൻ്റെ മേൽ വിജയം കൈവരിക്കാൻ പോകുന്നു. ആൻഡ് നൗ യു ക്യാൻ ഫിക്സ് ദ ടൈം, ആൻഡ് നൗ യു ക്യാൻ ഫിക്സ് ദ പ്ലേസ്. അതിന് സാത്താൻ്റെ മേലുള്ള അധികാരത്തിന്, സാത്താൻ്റെ തലയെ തകർത്ത നിനക്ക് അതിന് സമയം നിശ്ചയിക്കാം മേരി, അതിൻ്റെ സ്ഥലം നിശ്ചയിക്കാം. അമ്മ ഒരു സ്ഥലം നിശ്ചയിച്ചു. കാന, ബത്ലഹേം നിശ്ചയിക്കാമായിരുന്നു, അമ്മയ്ക്ക് ഗലീലിയ നിശ്ചയിക്കാമായിരുന്നു, അമ്മയ്ക്ക് സമറിയ നിശ്ചയിക്കാമായിരുന്നു. അമ്മ ഒരു സമയം നിശ്ചയിച്ചു, കാന. അപ്പോൾ ഈശോ പറഞ്ഞു, സമയം, എൻ്റെ സമയമായിട്ടില്ല അപ്പ, ഇതൊരു ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴെന്ത് ചെയ്ത്? അമ്മ സമയവും നിശ്ചയിച്ചു. അമ്മ നിശ്ചയിച്ച സമയത്ത് തന്നെ പിന്നെ സമയം ഈശോ മാറ്റിയോ? ഇല്ല. അപ്പോൾ നമ്മുടെ അനുഗ്രഹം, നമ്മുടെ ഭൗതിക മനുഷ്യാവതാരത്തിൻ്റെ തുല്യ പങ്കാളി എന്ന നിലയിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ സമയം നിശ്ചയിക്കാനും അതിൻ്റെ സ്ഥലം നിശ്ചയിക്കാനും പരിശുദ്ധ അമ്മയ്ക്ക് സ്വയം നിർണായകമായ അധികാരമുണ്ട്. ആ അധികാരത്തിലാണ് ഉടമ്പടി ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മയെന്ന് വിളിക്കുമ്പോൾ ടക്ക് ടക്ക് ടക്കാന്ന് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കണില്ലേ? അക്രൈസ്തവരായാലും ക്രൈസ്തവരായാലും ഈ ഭൂമിയിൽ ആരായാലും മനുഷ്യക്കോലത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ സന്തതി അമ്മ തിരുസന്നിധിയിൽ കണ്ണീരിട്ട് കഴിഞ്ഞാൽ അമ്മ നിർണ്ണയിക്കും സമയം. അങ്ങനെ അമ്മയ്ക്ക് ദൈവം തന്നെ അധികാരം കൊടുത്തിരിക്കുകയാണ്. ഈശോ അത് അംഗീകരിച്ചു കൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പം കേട്ട അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, സാക്ഷ്യങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നെ ചിലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ആ പച്ച പേപ്പറിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമയം കിട്ടുമ്പോൾ 1, 2, 3 പ്രാവശ്യം വായിക്കണം. എന്തിനാണെന്നറിയാവോ? ആ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ. കാരണം ഒരൊറ്റ ആൾ മതി കുടുംബത്തിൽ. ദൈവത്തെ അറിയാവുന്ന, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളുണ്ടായാൽ മതി. നമ്മുടെ കുടുംബം ഏത് സമുദ്രത്തിനടിയിലെ ചെളി പൂണ്ടാലും നമുക്ക് പരിശുദ്ധ അമ്മയുടെ ശക്തിയിൽ, ഈശോയുടെ നാമത്തിൽ പൊക്കിക്കൊണ്ട് വരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ബൈബിൾ പറയും ചില കാര്യങ്ങൾ നശിപ്പിച്ച് കളയരുതെന്ന് ബൈബിൾ പറയും നമ്മുടെ ജീവിതത്തിലെ. അത് ചില കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നശിപ്പിച്ച് കളയരുതെന്ന് പറയും. കാര്യം, നിത്യതയോളം വേണ്ട ചില കാര്യങ്ങളെ ദൈവം നശിപ്പിച്ച് കളയുമെന്ന് പറയും. ഇപ്പം നമ്മുടെ റേഷൻ കാർഡ്, നമ്മുടെ തിരിച്ചറിയൽ കാർഡ് ഇല്ലേ, നമ്മുടെ പ്രമാണം, ഇതൊക്കെ നശിപ്പിച്ച് കളഞ്ഞാൽ 5-10 കൊല്ലമല്ലേ നമ്മൾ അനുഭവിക്കാൻ പോണത്. ഈ ഭൂമി ജീവിക്കണ അത്രയും കാലം നമ്മൾ അനുഭവിക്കും. അതുപോലെ നിത്യതയ്ക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിത്യതയ്ക്ക് വേണ്ട, ഇപ്പം നമ്മുടെ പ്രമാണവും റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും പാസ്പോർട്ടും വിസ കോപ്പിയും ഇതെല്ലാം ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ നിത്യജീവിതത്തിന് വേണ്ടി ആവശ്യമുള്ള ചില കാര്യങ്ങളും ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നശിപ്പിച്ച് കളയരുതെന്ന് ദൈവം പറയും. കാര്യം അത് റീഫണ്ട് ചെയ്യാനും രണ്ടാമത് കൊണ്ടുവരാൻ പാടായത് കൊണ്ടാണ്. അതിലൊരു കാര്യമാണ് നിങ്ങളുടെ ആത്മധൈര്യം. നിത്യതയോട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ നശിപ്പിച്ച് കളയരുതെന്ന് ദൈവം പറയുന്നതിൽ ഒന്നാണ് നിങ്ങളുടെ ആത്മധൈര്യം. ആത്മധൈര്യത്തെക്കുറിച്ച് എന്നാ പറയണത്? നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. പ്രൈസ് ദി ലോർഡ്.
എന്നിട്ട് പറഞ്ഞേ, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ വാക്കാണ് ചിന്തിച്ചത്. ഹെബ്രായർ 10:35. ഹെബ്രായ ലേഖനം ശരിക്കും വായിക്കേണ്ടത്. ഞാൻ 6 മാസമായിട്ട് ആ ലേഖനത്തിനകത്തിരിക്കുകയും അകത്ത് താമസിക്കുകയും. കാരണം ഹെബ്രായ ലേഖനത്തിന് എല്ലാം ഒരു വാക്കിന് 5-10 കുഞ്ഞുങ്ങൾ വെച്ച് പെറ്റുകൊണ്ടിരിക്കുക. വചനം പ്രസവിക്കുകയും വചനം പ്രസവിക്കും. പരിശുദ്ധാത്മാവ് അടയിരുന്നാൽ വചനം പ്രസവിക്കും. ഒരു വചനത്തിന് ഓരോരോ കാലത്ത് ഓരോരോ വ്യക്തിയുടെ ജീവിതം അനുസരിച്ച് കൊണ്ട് 10,000-കണക്കിന് സന്തതികൾ ജനിക്കും. അതായത് അതിലൊന്നാണ് ഹെബ്രായ ലേഖനം. ഹെബ്രായ ലേഖനങ്ങൾ എല്ലാ ലേഖനങ്ങളും ഭയങ്കരമായ ദൈവശക്തിയിൽ എഴുതിയിരിക്കുന്നതാണ്. സുവിശേഷം പറയാനും വേണ്ട. എൻ്റെ മക്കളെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇപ്പം ആരായാലും നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായില്ലെന്ന് പറഞ്ഞുകൊണ്ട് തപ്പിപ്പെരുക്കി വായിച്ചോ, ഒരു കുഴപ്പമില്ല. കർത്താവേ, 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, മനസ്സിലായില്ല, ഈ തപ്പിപ്പെരുക്കിയാണ് ഞാൻ വായിക്കണത്, എന്നാലും വായിച്ചോ. എന്താ കാര്യം അറിയാവോ? വചനം ദൈവത്തിൻ്റെ ശക്തിയാണല്ലോ, അല്ലേ? റോമ 1:16 അനുസരിച്ചുകൊണ്ട് വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്, അല്ലേ? അപ്പോൾ അതിന് അക്ഷരത്തിൻ്റെ പ്രശ്നം വരുന്നില്ല അവിടെ. സന്മനസ്സാ, വായിക്കാനുള്ള മനസ്സ്, അല്ലേ? ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്താണെങ്കിൽ വചനം മുട്ടയെന്നേ വായിക്കത്തുള്ളൂ. എൻ്റെ മുറിയിൽ ജനങ്ങളില്ലാത്ത സമയം വരുമ്പോൾ ഞാൻ ഒറ്റക്കായ ഈശോ മാത്രമാണ് സമയമാകുമ്പോൾ ഞാൻ മുട്ടയെന്നേ വായിക്കത്തുള്ളൂ. കാര്യം മുട്ടയെന്നൊക്കെ ഈ വചനം ദൈവത്തിൻ്റെ വാക്കല്ലേ. വചനം മുട്ടിയെന്ന് നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെ ദൈവമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു, അവൻ്റെ മരണം നമ്മൾ പ്രഖ്യാപിക്കുന്നു, ഉയർപ്പിൻ ഞങ്ങൾ വിശ്വസിക്കുന്നു, വരവ് കാത്തിരിക്കുന്നു. അതാണ് ആ ബോഡി ലാംഗ്വേജിൻ്റെ അർത്ഥം. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അഭിഷേകം ചെയ്യാനുള്ള ഒരു വിശ്വാസ സാഹചര്യമാകും, ഒരു ദൈവസ്നേഹ സാഹചര്യമാകും. നമ്മൾ മുട്ടി നിൽക്കുമ്പോൾ ദൈവത്തെ പറയണം, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ആം നീലിംഗ് ഡൗൺ ബിക്കോസ് ഐ ലവ് യു എന്ന് പറയണം. നീ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കത്തില്ലേ? അപ്പോൾ ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിച്ച് വിടരുത്. ഞാനൊരു കണ്ണെടുത്താൽ പോലും ഞാൻ കർത്താവേ ഞാൻ കണ്ണിങ്ങനെ അടക്കണം ബിക്കോസ് ഐ ലവ് യു. ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം, അത് നിൻ്റെ പീഡാനുഭവത്തോട് ഞാൻ ചേർത്ത് വെച്ചിട്ട് നിൻ്റെ മരണം പ്രഖ്യാപിക്കുന്നു ബിക്കോസ് ഐ ലവ് യു, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോഴേ ഓരോ വിഷയം എന്ത് ചെയ്താലും, ഇപ്പം നമ്മൾ ഹസ്ബൻഡ് നമ്മളോട് ചാടി കോപിച്ച് വന്ന് ചവിട്ടിക്കീറണ പോലെ വന്ന് ചിലപ്പോൾ ഒരു കാര്യവും നിങ്ങളുടെ തെറ്റൊന്നും ഉണ്ടാകത്തില്ല, ഇല്ലേ? അപ്പം നിങ്ങൾ മിണ്ടരുത്. കർത്താവേ ഞാൻ മിണ്ടണില്ല, എൻ്റെ ജീവിത പങ്കാളി അന്ധതയിലാണ് ഇപ്പോഴേ, പക്ഷേ ഞാൻ നിന്നെ പ്രതി ക്ഷമിച്ചിരിക്കണം ബിക്കോസ് ഐ ലവ് യു, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്ത് നിങ്ങൾ ചെയ്താലും ഉടനെ അതെല്ലാം എൻകാഷ് ചെയ്ത് കളയണം, അപ്പം തന്നെ മാറിക്കളയണം. നിൻ്റെ മക്കൾ ചില സമയത്ത് നിൻ്റെ മനസ്സിന് ദൈവം ഇതിനെ ഞാൻ തന്നെയാണ് പെറ്റത് എന്ന് തോന്നുന്ന രീതിയിൽ അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയത്തില്ലല്ലോ. ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്ക് അവിടെ വന്ന് മമ്മി കിസ്സൊക്കെ ചെയ്യുന്നല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ആൾതാമസമില്ല. പലതിൻ്റെയും ആത്മാർത്ഥമായിട്ടല്ല ചെയ്യണത്. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എപ്പോൾ നമ്മളെ ഗുഡ് ബൈ പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന അത്രയും കാലം സമയത്ത് ഭക്ഷണം കിട്ടി, പഠിത്തവും പോയി, അവരൊക്കെ പറയണതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കൊടുത്ത്, എന്ത് വേണ്ട സൈക്കിൾ മേടിച്ച് കൊടുത്ത്, വണ്ടി മേടിച്ച് കൊടുത്ത്, പറയണതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം മമ്മി 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 എന്ന് പറഞ്ഞു. പക്ഷേ എന്നെങ്കിലും നീ അവൻ്റെ ഒരു ആവശ്യത്തിന് വട്ടം ചവിട്ടി കഴിയുമ്പോൾ അവൻ ആരാണെന്ന് നീ അറിയും. അവൻ്റെ അവളുടെയൊക്കെ കാട്ടായം കണ്ടുകൊണ്ട് നീ ഇങ്ങനെ പൊങ്ങുമൊന്നും വേണ്ട. ദൈവം ചില സമയത്തെങ്കിലും ചില സമയത്ത് ഈ ആൾക്കാർക്ക് സമയത്ത് വേണ്ട ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ അവളുടെ സൗകര്യവും സമയവും നോക്കിയിട്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയാലും ജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നീ ഞായറാഴ്ച കുർബാനയും കുടുംബ പ്രാർത്ഥനയും പോലും മുടക്കിയിട്ടുണ്ട്. നീ മക്കൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ദൈവത്തെ മറന്നുള്ള ചില തീരുമാനങ്ങളില്ലേ? അതുകൊണ്ട് ദൈവം ഇടക്ക് പറയും, മകളെ കരിയുമ്പോൾ വിലകാൻ കർത്താവ് മാത്രം, മക്കളില്ല ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ ചില സമയത്ത് മക്കളുടെ ചില കാട്ടായങ്ങൾ, ചില വർത്തമാനങ്ങൾ നമ്മുടെ ചങ്കിനെ കൊള്ളേണ്ട പാട്ടിക്കുള്ളൂ. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ നമുക്കൊരു ദീർഘനിശ്വാസം വരും. ദൈവമേ എൻ്റെ മകൻ മാറുകയാണോ? ദൈവമേ എൻ്റെ മകളും മാറിപ്പോയോ എന്ന് മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരു ദീർഘനിശ്വാസമാണ്. കാര്യം 16-ാമത്തെ വയസ്സിൽ തന്നെ ആൾ മാറിയെങ്കിൽ ഇനിയുള്ള കാലത്ത് ഈ മഴക്കാലത്ത് എങ്ങനെ ജീവിക്കും?
അല്ലേ? ഇനിയുള്ള വലിയ സഹാറ മരുഭൂമിയിൽ ഞാനെങ്ങനെ ജീവിക്കും? 16 വയസ്സിൽ ജീവിത പങ്കാളിയൊന്നും ഇല്ലാത്ത, ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ നിൻ്റെ മകൻ മാറിയിരിക്കുന്നു. അവനും ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ നീ എടുത്തു കൊടുത്താൽ തിന്നത്തുള്ളൂ എന്നുള്ള സമയത്ത് തന്നെ നിൻ്റെ മകൾ മാറിയിരിക്കണമെന്ന് പറയുമ്പോഴേ, ദൈവമേ, ഇനിയുള്ള കാലത്ത് ഞാൻ എങ്ങനെ ജീവിക്കും? ഈ ധ്യാനം കൂടി കർത്താവ് വിളിച്ചാൽ എൻ്റെ കാര്യം എന്താകുമെന്നും. മക്കളെ ആശ്രയിക്കരുതൊരിക്കലും. കർത്താവിനെ മാത്രമേ നീ ആശ്രയിക്കാവൂ. എന്തെങ്കിലും എപ്പോഴെങ്കിലും മക്കളിൽ നിന്ന് നിനക്കൊരു മനസ്സിനെ ഒരു അല്പം ഒന്ന് സൂചിക്കുത്ത് കൊള്ളണ ഒരു നൊമ്പരത്തിൻ്റെ വാക്ക് വീണാൽ, നീ എന്തിനാ അങ്ങ് സംസാരിച്ചെന്ന് ചോദിക്കരുത്, മിണ്ടരുത്. നേരെ രൂപത്തിനടയവൻ തിരികെത്തിക്കണം. എന്നിട്ട് പറയണം, എനിക്കറിയാം നീ പറഞ്ഞതുപോലെ, നീ പറഞ്ഞത് കുറിക്ക് കൊണ്ടിട്ടുണ്ട്. ഐ വിൽ ബി വിത്ത് യു അൺടു ദ ലാസ്റ്റ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ 14:6 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ. അതിൻ്റെ അർത്ഥം എന്താണ്? പല ആൾക്കാരും, നീ വിചാരിക്കണ പല ആൾക്കാരും നിൻ്റെ കൂടെ ഉണ്ടാവത്തില്ലെന്ന് നല്ലവണ്ണം അറിയാവുന്ന ആളാണ്. കൈയിടിച്ച് കർത്താൻ ചില അമ്മമാരൊക്കെ, ചില അപ്പന്മാരുടെ മക്കള് നിലയില്ലാ സംസാരിക്കുമ്പോഴേ അപ്പൻ ദയനീയമായിട്ടും സങ്കടത്തോടെയും എന്നാൽ നിരാശയോടെയും എന്നാൽ ദേഷ്യത്തോടെയും അമ്മയെ നോക്കും. അവൻ പറഞ്ഞു കേട്ടാ, മിണ്ടത്തില്ല, ഇങ്ങനെ നോക്കും. അപ്പോൾ ഇച്ചായൻ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഡാ നീ ആരോടെ ഇങ്ങനെ സംസാരിച്ചെനിക്കറിയാമോ? നീ അപ്പനോട് മാപ്പ് ചോദിക്കണം. അവനൊരുതരം പരുങ്ങി ഈ ഏറുകൊണ്ട പന്നിയെപ്പോലെ വന്നിങ്ങനെ നിൽക്കണം കാണാം. കാലത്തൊട്ട് മാപ്പ് ചോദിക്കണം എന്നൊക്കെ പറയും. ഒപ്പിക്കും. ഉച്ചക്ക് ചോറ് കിട്ടാത്ത കൊണ്ടേ അവൻ ഒപ്പിക്കണതാണ്, അല്ലാതെ വേറെ കാര്യം ഇത് ഒപ്പിക്കണം, അവൻ ബോധ്യപ്പെട്ട് ഒപ്പിക്കണതല്ല. അപ്പം അപ്പം പറയും, വേണ്ടടി അവൻ പറയട്ടെ, നീയായിട്ട് ഇപ്പോൾ അത് ഒന്ന് എന്താണ് തല്ലിപ്പഴിപ്പിക്കേണ്ട? ഇതൊക്കെ താനേ പഠിക്കേണ്ട കാര്യമല്ലേ? അപ്പൻ്റെ കാര്യം തൊട്ട് മാപ്പ് ചോദിക്കടാന്ന് പറയാൻ തല്ലിപ്പഴിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, താനേ പഠിക്കേണ്ടതല്ലേ? താനേ പഠിത്തില്ല, തല്ലിപ്പഴിപ്പിച്ചാൽ ചുറപ്പുണ്ടാവും, വേണ്ടടി പോട്ടറി എന്ന് പറയും. അവൻ പറഞ്ഞോട്ടെന്ന് പറയും. പക്ഷേ അച്ഛന് പറയാനുള്ളത്, ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. ഞാനിങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് കർത്താവ് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, എൻ്റെ ദൈവവേദനയെ എന്ത് സംഭവിച്ചാലും സംഭവിച്ചതെല്ലാം അവനെ കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. എല്ലാത്തിനും ഒരു ദൈവവചനമില്ലേ? യോഹന്നാൻ്റെ 1:3 എന്താ പറയണത്? സംഭവിച്ചതെല്ലാം അവൻ അറിഞ്ഞുകൊണ്ടാണെന്ന്, അവനെ കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. എങ്കിൽ നമുക്ക് സമാധാനവും സന്ധിപ്പും തരേണ്ടത് ആരാണ്? ദൈവമാണ് അതായത് നമ്മൾ ഈ വിഷയങ്ങളെല്ലാം നമ്മളെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. എല്ലാ നെഗറ്റീവ്സും നിങ്ങളെ ഈ പോസിറ്റീവായും സർഗാത്മകവും ക്രിയാത്മകവും ഭാവാത്മകമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതല്ല, അതിനേക്കാൾ ഉപരി നമ്മളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന നെഗറ്റീവ്സാണ്. നിഷേധാത്മകമായ ജീവിതത്തിൻ്റെ അഭാവ കാരണങ്ങളാണ്, സങ്കട കാരണങ്ങളാണ് പലപ്പോഴും ദൈവത്തെ ആശ്രയിക്കാൻ നമ്മൾക്ക് സഹായമാണത്. ആ സമയത്ത് നിങ്ങൾ ബോധപൂർവ്വം ഇരുന്നിട്ട്, അച്ഛനാണെങ്കിൽ വീണ്ടും 2 ജപമാല കൂടുതൽ ചെല്ലും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. കാര്യം നമ്മൾ ചില ഉത്തരങ്ങൾ നമ്മൾ ദൈവത്തോട് മാത്രമേ ചോദിക്കാവൂ. ഭാര്യയോടും ചോദിക്കേണ്ട, ഹസ്ബൻഡിനോടും ചോദിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ സങ്കടപ്പെട്ട് വേദനപ്പെട്ട് നിങ്ങളെ കെട്ടിലായി പോയിരിക്കുന്ന ചില കാരണങ്ങൾ കൊണ്ട്, നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ, അത് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ ഇപ്പം നീ മനഃപൂർവ്വം ചെയ്തതല്ലേ, നിൻ്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെയുള്ള മണ്ണാങ്കട്ട ചോദ്യങ്ങൾക്കൊന്നും ചോദിക്കേണ്ട ഒരു പ്രസക്തിയുമില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ അങ്ങോട്ട് അന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണോ, പറഞ്ഞിട്ട് പിന്നെ അതുപോലെ ചെയ്തതാണോ, മനഃപൂർവ്വം ചെയ്തതല്ലേ, ചെയ്തെങ്കിൽ ഉദ്ദേശം വേറെയല്ലേ? ഉദ്ദേശം എന്താണെന്ന് ചിലപ്പോൾ നിനക്കറിയാവുന്ന ഉദ്ദേശം ആയിരിക്കത്തില്ല. അത് എന്തും ആയിക്കോട്ടെ, സംതിങ് ഹാപ്പൻഡ് റോങ്, മോശമായിട്ട് എന്ത് സംഭവിച്ചു. നീ എന്താ ചെയ്യേണ്ടത്? നീ നിനക്ക് ഭർത്താവിനെ കിട്ടുന്ന മുമ്പ്, നിനക്ക് അപ്പനെ കിട്ടുന്ന മുമ്പ് നിനക്ക് അപ്പനില്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? നിനക്ക് ഭർത്താവിനെ കിട്ടുന്ന മുമ്പ്, നിനക്ക് അപ്പനെ കിട്ടുന്ന മുമ്പ്, നിനക്ക് അമ്മയെ കിട്ടുന്ന മുമ്പ് നിനക്ക് അപ്പനില്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? അപ്പനുണ്ടായിരുന്നു. അപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അപ്പനില്ലേ, പുരാതനമായ അപ്പൻ, അവനോട് ചോദിക്കണം, സംതിങ് റോങ്. ഈശോ എപ്പോഴും അങ്ങനെയാണ്, അപ്പാ സമയമായി, അപ്പാ
ഞാൻ അങ്ങേ പക്കലേക്ക് വരികയാണെന്ന്. ഞാൻ അങ്ങേ പക്കലേക്ക് വരികയാണ്. ഈശോക്ക് നിശ്ചയദാർഢ്യം, വിഷമസന്ധികളിൽ പറഞ്ഞൊരു സമയമാണ് ഈശോ. ഞാൻ അങ്ങേ പക്കലേക്ക് വരികയാണെന്ന്. ചുറ്റുമുള്ള ഒരാൾ യൂദാസായി മാറി, ഒരാൾ പത്രോസ് തള്ളിപ്പറയുന്നവനായി മാറി, സർക്കാർ കൈയൊഴുകുന്ന കണ്ടീഷനായി, യൂദാസ് മുത്തിക്കൊടുക്കുന്ന കണ്ടീഷനായി, പത്രോസ് മർക്കോസ് സ്വന്തം തുടിതുണി വരെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടുന്ന കണ്ടീഷനായി കഴിഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞു, അപ്പാ ഞാൻ അങ്ങേ പക്കലേക്ക് വരികയാണ്. ഇടയ്ക്കെങ്കിലും അങ്ങോട്ടുള്ള വരവിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ചുറ്റോടിയിട്ടുള്ള സാഹചര്യങ്ങൾ പ്രതിരോധത്തിലാക്കും നമ്മളെ. കൈ അടിച്ച് കർത്താൻ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലഘട്ടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വചനം നമുക്ക് നോട്ട് തരേണ്ടത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ നിങ്ങൾ ആത്മധൈര്യം നിങ്ങൾ കൈവെടിയരുത്, നഷ്ടപ്പെടുത്തരുത്, നശിപ്പിച്ച് കളയരുതെന്നാണ് പറഞ്ഞത്. ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. അത് ഉടമ്പടി ചെയ്തിരിക്കുന്ന ആൾക്കാരോടും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും വിദൂരസ്ഥങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് കർത്താവ് ഹെബ്രായർ 10:35 പറയണത്. നിങ്ങളുടെ ആത്മധൈര്യം ഏറ്റു പറഞ്ഞ് സ്വയം പറഞ്ഞേ, നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. അതിന് വലിയ പ്രതിഫലം സിദ്ധിക്കാനിരിക്കണമെന്ന്. എന്തുകൊണ്ടാണ് ആത്മധൈര്യം നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞത്? എന്താ കാരണം? ആത്മധൈര്യത്തിനാണ് പ്രതിഫലം കിട്ടാനിരിക്കുന്നത്. ഇഹത്തിലായാലും പരത്തിലായാലും. പരിശുദ്ധാത്മാവ് അളന്ന് ഇങ്ങനെ തൂക്കി പറഞ്ഞിരിക്കുന്നതാണേ, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. വൈ? എന്തുകൊണ്ടാണ്? അതിന് വലിയ പ്രതിഫലം സിദ്ധിക്കാനിരിക്കുന്നു. അത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, ദൈവത്തിനെ അത് നിത്യതയും മാത്രമല്ല ഇഹത്തിലും ആത്മധൈര്യം കൊണ്ടാണ് പ്രതിഫലം സിദ്ധിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മധൈര്യം എങ്ങനെ വരണതാ? ആത്മധൈര്യം എങ്ങനെ നശിപ്പിച്ച് കളയണമെന്ന്? ആത്മധൈര്യം നമ്മളും നശിപ്പിക്കും, ചിലപ്പോൾ പിശാചും നശിപ്പിച്ച് കളയും. ഇപ്പോൾ ഒരുത്തൻ ഉടമ്പടി ചെയ്തു പോയി. ഇവിടുന്ന് ഫിലിം ഫീൽഡിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവനൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി പ്രൊഡ്യൂസറിനെ കിട്ടി. സ്റ്റാറിങ് ഓക്കെയായി. സ്റ്റാറിങ് ഒക്കെ തിരിച്ചു വന്നപ്പോഴേ സ്റ്റാറിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴേ അടുത്ത് നിന്നവൻ ചോദിച്ചേ, നിങ്ങളുടെ നാളെന്താ? അപ്പോൾ ഉടനെ ഇവൻ പറഞ്ഞ് ഔട്ടം. ഒക്ടോബർ വരെ പണിയാ. അവൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവൻ ആലപ്പുഴയിൽ നിന്ന് തിരിച്ചിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എന്നെ കണ്ട അച്ഛ ഒരു കാര്യം ചെയ്യും, അച്ഛ ഔട്ടത്തിൽ ജനിച്ചാൽ വല്ല കുഴപ്പമുണ്ടാ? അത് എന്താണെന്ന് ഞാൻ വളരെ സന്തോഷിച്ച് ഡയറക്ടറിനെയും കിട്ടി, സ്റ്റാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫിലിസ്ഥാൻ്റെ ഡേറ്റും കിട്ടിക്കഴിഞ്ഞ്. ഇപ്പോഴ് അവിടെ നിന്നെടുത്ത് പറയണേ എൻ്റെ നാളെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഔട്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവളെ പറഞ്ഞ് ഔട്ടക്കാർക്ക് ഒക്ടോബർ വരെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ആത്മധൈര്യം പോയില്ലേ? ഇതാണ് സംഭവം. ആത്മധൈര്യം നശിപ്പിക്കാൻ പിശാച് ആദ്യം ചെയ്യുന്ന സംഭവം എന്താ? പിശാച് ആദ്യം ചെയ്യണത് എന്താണ്? പ്രാർത്ഥനയിരിക്കണം നിൻ്റെ ആത്മധൈര്യം നശിപ്പിച്ച് കളയും. അതായത് അതുകൊണ്ടാണ് വചനം പറയണത് ഗലാത്യർ 4:10 നിങ്ങൾ ഋതുക്കളും നാളുകളും ആചരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് വ്യർത്ഥമായെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ്. അതായത് ഈ നാളുകളിലും ഋതുക്കളിലുമൊക്കെ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് എന്താ വില? സൂര്യനും ചന്ദ്രനും ഒക്കെ മനുഷ്യൻ്റെ ഭാവിയെ നിശ്ചയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ജഡവസ്തുക്കളല്ലേ? സൂര്യനും ചന്ദ്രനും ഒക്കെ ഭൗതിക ജഡവസ്തുവല്ലേ? ഈ ജഡവസ്തുക്കളുടെ മൂവ്മെൻറ്റ്സിന് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഭാവിയെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്നെങ്കിൽ ഇവൻ നിരീശ്വരവാദി, അല്ലെങ്കിൽ അവൻ
ഈശ്വരവിശ്വാസി അല്ലാതെ മാറുകയാണ്. ഈശ്വരവിശ്വാസി അല്ലാതെ മാറിയത് കൊണ്ട് ഉണ്ടാകുന്ന രണ്ട് കുഴപ്പങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പണ്ട് മലയാളത്തിൽ പറയത്തില്ലേ, ഭർത്താവ് ഇരിക്കേണ്ട സ്ഥലത്ത് ഭർത്താവ് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറി ഇരിക്കും. ഈശ്വരൻ ഒന്നാം സ്ഥാനത്ത് ഇരിക്കേണ്ട സ്ഥാനത്ത് ഈശ്വരൻ ഇരുന്നില്ലെങ്കിൽ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ കയറി ഇരിക്കും, നിന്നെ മെനയും. കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മധൈര്യം എന്ന് പറയുന്നത് എന്താണ്? റോമ 5:5 എന്താ പറയണത്? കഷ്ടത സഹനശീലവും. പറഞ്ഞ് കഷ്ടത സഹനശീലവും. ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. കഷ്ടത വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. കഷ്ടതയിൽ നിന്ന് മാറാൻ വേണ്ടി ഓരോരുത്തരും നാളും ഋതുക്കളും ആചരിച്ചിട്ട് രാഹുകാലം ഗുളികനും ഒക്കെ മാറ്റിയിട്ട് കൊണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ചേരകൾ പാമ്പുകൾ ഇണചേരുന്ന ഒരു പുൽപ്രദേശം കാട്ടുപിടിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് കർത്താവിന് വേണ്ടി കല്ലിട്ടപ്പോൾ ഞാൻ വല്ല നാളെ നോക്കിയ, ഞാൻ വല്ല രാഹുകാലം നോക്കിയ, ഒന്നും നോക്കിയില്ല. ഇവരെന്ത് സത്യദൈവത്തെ നോക്കി. ഇവിടെ ജനങ്ങളില്ല, ഇവിടെ ക്രിസ്ത്യാനിസ് കുറവാണ്. ഇവിടെ എന്നെ വിശ്വസിക്കുകയും എന്നോട് കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. 2000 വരെ. അതെല്ലാം കടലോരത്തായിരുന്നു. അവരിങ്ങോട്ട് വരണമെങ്കിൽ ഓട്ടോറിക്ഷ പിടിക്കണം. ഇവിടെ ആരും വരത്തില്ല. ഞാൻ കടലോരത്താണ് സ്ഥലം അന്വേഷിച്ചത്. അപ്പോൾ ഏറെ പ്രതിസന്ധി ഉണ്ടായിട്ടും ഇവിടെ അതിനുള്ള ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഭൗതികമായ സാഹചര്യം ഇല്ലായിരുന്നിട്ടും ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ കല്ലിട്ടിരിക്കുന്നത്, അല്ല മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ടല്ല. നീ ജീവിതത്തിൽ കല്ലിടുമ്പോൾ നിന്റെ ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കല്ലിടുക, മനുഷ്യനെ ആശ്രയിക്കരുത്. കൈയടിച്ച് യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണവത. ഇങ്ങനെയുള്ള എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അവൻ നമ്മളെ മോചിപ്പിക്കും. എന്താ? എല്ലാത്തിനെയും കൈകാര്യം ചെയ്യാനും എല്ലാത്തിൻ്റെ മേലും അവൻ അധികാരമുണ്ട്, മരണത്തിൻ്റെ മേൽ പോലും. മരണത്തിൻ്റെ മേലും. അങ്ങനെ മരണമേ നിൻ്റെ ദംശനം എവിടെയും ചോദിക്കത്തില്ലേ? കർത്താവിൻ്റെ വചനത്തിലുള്ള 1 കൊറിന്തോസിൻ്റെ 15:55 മരണമെന്നിൻ്റെ ദംശനം എവിടെ? അപ്പം മരണമെന്ന് പറയുന്ന അവസാന ശത്രുവും വെളിപാട് 21:5 അനുസരിച്ചുകൊണ്ട് മരണമെന്നുള്ള അവസാന ശത്രുവിനെ ജയിക്കുക. മരണത്തെക്കാൾ വരുന്നത് മനുഷ്യനെ എന്ത് വരാനാ? അപ്പം മരണത്തെ പോലും ജയിച്ചവനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പുസ്തകം നിന്നെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. കൈ അടിച്ചു കിടത്താണ്. നമ്മൾ യോഹന്ന 8:32 പറയുന്നില്ലേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കി. ഏറ്റു പറഞ്ഞേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കി. ആ വിശ്വാസം മൂലം നമ്മൾക്ക് എന്താണ് സ്വാതന്ത്ര്യം ഉണ്ടാകണത്? വിശ്വാസം, ഒരു യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് എന്താ തരണത്? സ്വാതന്ത്ര്യം. എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം? മരണഭയത്തിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന്, ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാരിക മണ്ഡലങ്ങളിലുണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് യോഹന്ന 8:32 പറയണത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ. പറഞ്ഞേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. കർത്താവിന് പണ്ട് മുതലേ ഉള്ളൊരു പരിപാടിയാ. എന്ത് പറഞ്ഞാലും യഥാർത്ഥം പറഞ്ഞു കളയും. എന്താ കാര്യം? മറ്റു സ്വാതന്ത്ര്യം ഒന്നും അംഗീകരിക്കണില്ല ആള്. ഇപ്പം ഗാന്ധിജി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യമില്ലേ, അതൊന്നും ഈശോ അംഗീകരിക്കണില്ല. എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? 2 പ്രധാനമന്ത്രിമാരെ വെടിവെച്ചു കൊല്ലാനുള്ള സ്വാതന്ത്ര്യമാണ്. പോയി പണി നോക്കാൻ പറയും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 2 പ്രധാനമന്ത്രിമാരെ വെടിവെച്ചു എന്നുള്ളതല്ലേ. ഇപ്പോഴത്തെ സലീഫയുടെ കേസ് മന്ത്രിയുണ്ട്, തൽഫിയുടെ കേസ്, അതൊക്കെ ഒന്നും ഇവിടെ പറയണില്ല. ഭയങ്കര കടുത്ത ദുഃഖവും അതിനേക്കാളുപരി പ്രതിഷേധവും അതിനേക്കാളുപരി ഉത്കണ്ഠയും ആധിയും ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുണ്ട്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പോൾ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. അപ്പോൾ ഈശോയിലുള്ള വിശ്വാസം നമുക്ക് എന്താ തരേണ്ടത്? ഇപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ യേശുവിനെ നാഥനെയും രക്ഷകനെയും അംഗീകരിച്ചാൽ ഇതുപോലെയുള്ള എല്ലാവിധ ആഗന്തുക അന്ധവിശ്വാസങ്ങളെ, ആക്സിഡൻ്റലായിട്ടുള്ള ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളില്ലേ, എല്ലാത്തിനും നീ കളയണം മനസ്സിൽ നിന്ന്. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കണത്? നീ കർത്താവിൻ്റെ, അതായത് ചില കാര്യങ്ങൾ നിലനിൽക്കും. നിനക്കറിയാവോ, ഈശോയിൽ വിശ്വസിക്കുമ്പോൾ എന്താ സംഭവം? ചില കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടൂ.
നിൻ്റെ ഉദ്യോഗമായാലും ജോലിയായാലും കച്ചവടമായാലും അതിൻ്റെ ലാഭമായാലും വിഹിതമായാലും നിൻ്റെ പ്രൊമോഷനായാലും നിൻ്റെ സർവീസ് പ്രോബ്ലം ആയാലും നിൻ്റെ സ്ഥലം വിൽക്കുന്നതായാലും വീടുണ്ടാക്കുന്നതായാലും വഴി കിട്ടുന്നതായാലും ശരി, എന്തെല്ലാ വിഷയങ്ങളും ദൈവം ഇടപെടുമ്പോൾ നിൻ്റെ വിവാഹമായാലും നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യമായാലും എല്ലാ വിഷയങ്ങളും ഇടപെടുമ്പോഴും ദൈവം ചില കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടേ ഇടപെടത്തുള്ളൂ. എന്താ കാര്യം? ചില കാര്യങ്ങൾ നിലനിൽക്കണം. കർത്താവിൽ നിന്നുള്ള എൻ്റെ അച്ഛൻ പറയണത് എൻ്റെ മക്കൾ ശ്രദ്ധയോടെ കേൾക്കണം. കാര്യം ചില കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഈശോ ഒരു വിഷയം കൈകാര്യം ചെയ്ത് അതിൻ്റെ അവസാനത്തിലെത്തത്തുള്ളൂ. എന്താണ്? വചനം പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ നിലനിൽക്കണമെന്ന്. എന്തൊക്കെയാണ് നിലനിൽക്കണത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ നിലനിൽക്കുന്നു. 1 കൊരിന്ത്യർ 13:12 ഒന്ന് പറഞ്ഞേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. അപ്പം നിലനിൽക്കണ ഒരു പ്രതിഭാസമുണ്ട്. ഇവിടെ കൊണ്ട് അവസാനിക്കണില്ലെന്നർത്ഥം. അത് പറഞ്ഞ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. അത് നമ്മൾ 1 കൊരിന്ത്യർ 13:12 അതിൻ്റെ കൂടെയാണ് ഹെബ്രായർ 10:35 ആത്മധൈര്യം നിലനിൽക്കുന്നു എന്ന് പറയണത്. ആത്മധൈര്യം നശിപ്പിച്ച് കളയരുതെന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ആത്മധൈര്യവും നിലനിൽക്കണം. അതായത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഒരുമിച്ച് ഒരേ റേഷ്യോയിൽ വരുമ്പോഴാണ് ആത്മധൈര്യം എന്ന് പറയുന്ന വലിയ പുണ്യം ഉണ്ടാകുന്നത്. കൃപയാ. ആത്മധൈര്യം എന്ന് പറയുന്നത് എന്താ? ആത്മാവിന് എക്സ്ട്രാ കിട്ടുന്ന ധൈര്യമാണ്, ശക്തിയാണത് ആത്മധൈര്യം എന്ന് പറയണത്. അല്ല നമ്മൾ പറയണ ചില ആൾക്കാർക്ക് രാത്രി യക്ഷിയും പ്രേതവും പിശാചും ഉള്ള സ്ഥലത്ത് കൂടി പോകണമെന്ന് പറഞ്ഞില്ലേ, അയ്യോ ഭയങ്കര ധൈര്യമാണല്ല. ആ ആത്മധൈര്യമല്ല, ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകണം ധൈര്യം, മനസ്സിൻ്റെ ധൈര്യമല്ല. രണ്ടും രണ്ട് വിഷയമുണ്ട്. ചില ആൾക്കാർ മനസ്സിൻ്റെ ധൈര്യത്തിന് ആത്മധൈര്യമാണ്. ചില ആൾക്കാർ ഇപ്പോൾ ചിലക്ക് പണ്ടൊക്കെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ പശുവിനെ കൊല്ലുകളെ കാണാൻ പോകുമായിരുന്നു. അപ്പം പശുവിൻ്റെ പിഴ കത്തി വെക്കുമ്പോൾ തന്നെ ഞാൻ ബോധക്കെട്ട് പോകും. പിന്നെ എന്ത് ചെയ്ത് ചോര കണ്ടാണ് അത് മാറ്റിക്കളഞ്ഞത്. ചോര കണ്ട് മാറ്റിക്കളഞ്ഞത്. കാര്യം നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ഓട്ടോറിക്ഷയിൽ നിന്നൊക്കെ ഞാൻ വാഹനാപകടത്തിൽ കിടന്ന ആൾക്കാരെ വാരിയിരുന്ന പോലെ ആശുപത്രി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഡെഡ് ബോഡിനെ ആശുപത്രിയിൽ നിന്ന് മടി വെച്ച് കൊണ്ടുപോകുന്നുണ്ട് രാത്രിയൊക്കെ. പക്ഷേ എന്താ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്കറിയാം, അന്ന് അച്ഛനാകണം കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ പല സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ചോര കണ്ട പടച്ചല്ലി വീഴുകയാണെങ്കിൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് അത് കവർ ചെയ്ത്. പക്ഷേ അതെന്താ? അത് മനസ്സിൻ്റെ ധൈര്യമാണ്, ആത്മാവിൻ്റെ ധൈര്യമല്ല. മനസ്സിൻ്റെ ധൈര്യം മാനുഷികമായിട്ടുള്ള ശക്തിയാണത്. ആത്മാവിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ആത്മധൈര്യം നിലനിൽക്കണമെന്ന് ഹെബ്രായർ 10:35 പറയുമ്പോൾ അതുപോലെ നിലനിൽക്കുന്നതിൻ്റെ അനുധാരികളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ മൂന്നും നിലനിൽക്കുന്നു എന്ന് പറയും. ഈ നിലനിൽക്കുന്ന കാര്യങ്ങളിൽ ഇപ്പം ചിലർ പൗലോസ് പറയും, ചിലർ ഇഷ്ടികയെ പണിയും, ചിലർ മരത്തെ പണിയും, ചിലർ സ്വർണത്തെ പണിയും, അഗ്നി തീരുമാനിക്കുമെന്ന്. ഇഷ്ടികയെ പണിതാലും പുല്ലെ പണിതാലും മരത്തെ പണിതാലും എല്ലാം ചാമ്പലാക്കി കളയും. പിന്നെ എന്താണ്? സ്വർണത്തിൽ പണിയുന്നത് നിലനിൽക്കും. നമ്മുടെ ജീവിതത്തിന് അഗ്നിപരീക്ഷയിലൂടെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കണം. എന്തുകൊണ്ടാണ്? ആത്മാവിൻ്റെ ഫലങ്ങളെന്നാണ് പറയണത്. അത് നിലനിൽക്കണം. നിത്യതയ്ക്ക് അത് ആവശ്യമുണ്ടാകും. ഹെബ്രായർ 10:35 കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രതീക്ഷിച്ചുകൊണ്ട് സഹനങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ അവർ കൂട്ടാക്കിയില്ലെന്ന്. അപ്പം മെച്ചപ്പെട്ട പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് ആത്മധൈര്യം ആത്മാവിൽ നിലനിർത്തേണ്ടത്. കൈ അടിച്ച് കർത്താവ് അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇത്തിരി ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം അതായത് നിലനിൽക്കുന്ന ചില കൃപാവരങ്ങൾ രൂപപ്പെട്ടു വരാനും വർത്തമാനമാകുവാനും പക്വത പ്രാപിക്കാനും വേണ്ടി ചില കാര്യങ്ങൾ ഉൽപ്പത്തിയിൽ നമ്മൾ ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ വെച്ചാൽ ചില കാര്യങ്ങൾ അതാണ് അച്ഛൻ കൗൺസിലിംഗ് വെച്ചിരിക്കുന്നത്. കൗൺസിലിംഗ് വെക്കുമ്പോൾ എന്താ സംഭവിക്കും? ഇപ്പോൾ ഒരു ചേച്ചി പറഞ്ഞില്ലേ, എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം ഉടമ്പടിയും പുതുക്കി കഴിഞ്ഞ ശേഷം അവർ കൗൺസിൽ ചെയ്തപ്പോൾ ഞാൻ ചാർട്ടിങ് മെസ്സേജ് കൊടുത്തു. അവർ ഈൽ കുത്തിയെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഈൽ അവർ വട്ടം വരച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് മാതാവ് വീട് തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം? അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കോളംസ് ഉണ്ട്.
അതിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മാതാവ് കുത്തിവെക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഉറപ്പായി 50,000 രൂപയുടെ കയ്യിലുള്ളത് 9 ലക്ഷത്തിൻ്റെ വീട് വേണം. അതിന് 15 ലക്ഷത്തിൽ ലോൺ ആരാ ഉണ്ടാക്കുന്നത്? അമ്മ തീരുമാനിച്ചാൽ അത് തീരുമാനമാവും. കൈയിടിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. നന്നായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 സ്തോത്രം. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. അപ്പോൾ വേറെ ചില കാര്യം അതിൽ തന്നെ വേറെ ചില കാര്യങ്ങൾ ചിലപ്പോൾ കുറേ സമയമെടുക്കുന്നതായിരിക്കും. എപ്പോഴും നമുക്ക് നല്ലത് കുറേ സമയമെടുക്കുന്നതാണ് ആധ്യാത്മികമായിട്ട് നല്ലത്. കാര്യം ഈ വിശ്വാസം രൂപപ്പെട്ട് വരണം. വിശ്വാസം ചെറിയ വിശ്വാസത്തിന് വലിയ വിശ്വാസത്തിലേക്ക് വരണം. അതുപോലെ പ്രത്യാശയിൽ രൂപപ്പെട്ട് വരണം. ഇത് ലാഗ് ചെയ്താൽ ചില വിഷയങ്ങൾ ലാഗ് ചെയ്യണം. അതായത് അല്പം ദീർഘിപ്പിച്ചാൽ മാത്രമേ പ്രത്യാശ രൂപപ്പെട്ട് വരത്തുള്ളൂ. പിന്നെയും താമസിച്ചാൽ അതിനെ അതിജീവിക്കാനുള്ള മരുന്ന് ദൈവസ്നേഹമാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് താങ്ങാനാവാത്ത ചില കാര്യങ്ങളെ മാനുഷികമായിട്ടോ ശാരീരികമായിട്ടോ നമുക്ക് താങ്ങാനാവാത്തതും നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതുമായിട്ട് ചില കാര്യങ്ങളെ കയ്യെത്തിപ്പിടിക്കാനും അതിജീവിക്കാനും ഉള്ള ഏറ്റവും വലിയ മാർഗം അതല്ലേ പൗലോസ് പറയണത്. അതിൽ 1 കൊരിന്ത്യർ 13:12 പറയണത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. 3 നിലനിൽക്കുന്നു. സ്നേഹമാണ് ഉത്കൃഷ്ടമെന്ന്. ഈ സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഉടമ്പടിക്കാരെ ശ്രദ്ധിക്കണം. അതായത് സ്നേഹം പ്രൊഡ്യൂസ്. ഇപ്പോൾ ഇന്നലെ ഒരു കന്യാസ്ത്രീ ഇന്നലെ തിങ്കളാഴ്ച മെനിന്ന്, അതായത് 3ാമത്തെ ഞായറാഴ്ച. ഇപ്പം 3ാമത്തെ ഞായറാഴ്ചയും ഉടമ്പടി ധ്യാനമാണ്. ബഹുമാനപ്പെട്ട ജോയ്ച്ചൻ ബ്രദർ 3ാം ഞായറാഴ്ച ഉടമ്പടി ധ്യാന ദിവസമായതുകൊണ്ട് ഉടമ്പടി ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒഫീഷ്യലായിട്ട് ഞങ്ങളാരും അത് പറഞ്ഞിട്ടില്ല. ഞാനും പറഞ്ഞിട്ടുണ്ട് ജോയ്ച്ചനെ പോലെ. പക്ഷേ സാധിക്കണില്ല. കാര്യം മലപ്പുറത്തു നിന്നും മഞ്ചേരിയിൽ നിന്നും ട്രിവാൻഡ്രത്തു നിന്നൊക്കെ ആൾക്കാർ രാത്രി ശനിയാഴ്ച വന്ന് താമസിച്ചിട്ട് ലോഡ്ജിൽ വന്ന് താമസിച്ചിട്ട് വെളുപ്പിനെ വരികയാണ്. നമ്മൾ എന്ത് പറയാനാണ് അവരോട്? ഇത്രയും അകലെ വന്ന ആൾക്കാരോട് ഉടമ്പടിയില്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞായറാഴ്ച മാക്സിമം ഉടമ്പടി ഇല്ലാത്ത കാര്യം 1ാം ചൊവ്വാഴ്ച, 3ാം ചൊവ്വാഴ്ച, 4ാം ചൊവ്വാഴ്ച, 1ാം ഞായറാഴ്ച. ഈ 4 ദിവസങ്ങളാണ് ഉടമ്പടി ഇല്ലാത്തത് ഇപ്പോഴ്. ഇനി 3ാം ഞായറാഴ്ച ഈ പ്രാവശ്യം 283 ഉടമ്പടി ഉണ്ടായിരുന്നു. ഈ ആഴ്ച ഞായറാഴ്ച 283 ഉടമ്പടി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ. കാര്യം അമ്മ അത്രയും ഷാർപ്പാണ്. ഇതുപോലെ അത്ഭുതകരമായ വളരെ അച്ചിട്ട പോലെ നമുക്ക് എന്ത് സ്വാധീനം ഉണ്ടായിട്ട് നടക്കാത്ത കാര്യങ്ങൾ എല്ലാം ഇപ്പം തൊടുമ്പോൾ എല്ലാം സൗഖ്യമല്ലേ? ഉടമ്പടിയോട് ബന്ധപ്പെട്ടല്ല. ഇതിൻ്റെ പത്രം മാത്രമേ ഡയറക്റ്റ് ഉടമ്പടിയോട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. പത്രം ഉടമ്പടിയോട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. പത്രത്തിൻ്റെ അവസ്ഥ കണ്ടല്ല. ആ ട്രാഫിക് ഇൻസ്പെക്ടർ വരെ സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ? അതായത് അത് അമ്മ മാതാവ് സ്വന്തമായിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. സ്വന്തമായിട്ട് ചെയ്യാൻ കാരണങ്ങളുണ്ട്. വെറുതെ ഒന്നും ചെയ്യത്തില്ല. ഇത് കറണ്ട് ചാർജ് അടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമുണ്ടായ സമയത്ത് അമ്മ ഞങ്ങളോട് പറഞ്ഞത് ഹോസ്പിറ്റൽ മിഷൻ ചെയ്യാനാണ്. അപ്പം ഞാൻ വിജയകുമാറിനോട് 2011 മെസ്സേജ് വന്നാൽ പറഞ്ഞ്, വിജയകുമാറെ അമ്മ ഹോസ്പിറ്റലിൽ കൂടെ രോഗികൾക്ക് പത്രം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറയുന്നു. അവർക്ക് അങ്ങനെ കൊടുക്കണവർക്ക് TID കൊടുക്കാൻ പറയുന്നു. നമുക്കിനി അടുത്ത പത്രം ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ എവിടെ നിന്ന് പോകും? ഇപ്പോഴത്തെ നമുക്ക് കടത്തിലല്ലേ പോകണമെന്ന് ചോദിക്കുമ്പോൾ വിജയകുമാർ ഒറ്റ വയ്ക്കുമ്പോൾ അമ്മ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. ആദ്യത്തെ പൈസ ഞാൻ തരും, പിന്നെ അമ്മ തരുമെന്ന് പറഞ്ഞു. ആ വാക്കെല്ലാം കറക്റ്റാണ് സംഭവം. ഹോസ്പിറ്റൽ മിഷൻ ആശുപത്രി കൊണ്ടുപോയി പലതരത്തിലുള്ള സാഹിത്യങ്ങളും നേച്ചർ സാഹിത്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് പുണ്യമേ പുഴുവായിട്ടിരിക്കണ ക്യാൻസർ രോഗികളുടെയൊക്കെ കർത്താവിന് ഇപ്പോഴും നിന്നോട് താല്പര്യമുണ്ട്. നീ എന്ത് ജാതിക്കാരനായാലും ഈശോ നിനക്കൊന്നേ ഉള്ളൂ. എൻ്റെ സൗഖ്യം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഈശോയെ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം കാണിച്ചു കൊടുക്കും. നിങ്ങൾ തന്നെയും പത്രം വായിക്കുമ്പോൾ ഒരു 3 മാസത്തെ പത്രം ഒരുമിച്ചിട്ട് വായിക്കണം. പറഞ്ഞ മനസ്സിലായ? എന്തിനാണെന്നറിയാവോ? ഞങ്ങൾ പറയാത്ത ഒത്തിരി കാര്യങ്ങളെ കർത്താവ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ചേച്ചി എന്താ പറഞ്ഞത്? ഉടമ്പടി ചെയ്തതിന് ശേഷം പല കുരുക്കുകളല്ലേ ആ വീട് രജിസ്റ്റർ ചെയ്യാൻ കിട്ടാൻ വരണതിൽ. കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുരുക്കളും പുതിയ കുരുക്കൾ വരണം കണ്ടില്ലേ? 80,000 രൂപ അടക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? ആ സമയത്തൊക്കെ അവരെന്താ ചെയ്തത്? കാശുരം വെച്ച് വിശ്വാസ പ്രവണം ചെയ്യുക, പവർ ആക്ടിവിറ്റി ചെയ്യും.
അപ്പോൾ അമ്മമാതാ ഒരു സാന്നിധ്യം കോടതി രജിസ്റ്റർ ഓഫീസിൽ അവിടെ ഉണ്ടാകും. അപ്പോൾ നിൻ്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് കാശുരൂപ തന്നിരിക്കുന്നത്, നിൻ്റെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടി. പ്രത്യക്ഷീകരണ ഒരു ചേച്ചി ഉടമ്പടി പ്രാർത്ഥിച്ചില്ലേ, ഞാൻ ഉടമ്പടി ചെയ്തു, പക്ഷെ ഞാൻ രാജ്യം വിട്ടുപോയി, എനിക്ക് തിരികിട്ടിയില്ല, പക്ഷെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ച് കണ്ടിന്യൂ ചെയ്തെന്ന്. അപ്പം അങ്ങനെ ഏതെങ്കിലും സമയത്ത് മക്കൾക്ക് തിരികിട്ടാതെ വന്നാൽ മനഃപൂർവ്വം തിരികിട്ടാതെ ആക്കരുത്. ബൈ ചാൻസ് അങ്ങനെ ഹാപ്പൻ ചെയ്താൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണം, പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണം. കാര്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇപ്പോൾ എല്ലായിടത്തും ആൾക്കാർ പറയണത്. തക്ക സമയത്ത് അത് കയ്യിലുണ്ടെങ്കിൽ മാതാവ് നിങ്ങളെ സഹായിച്ചിരിക്കും. കാര്യം അമ്മയുടെ കാര്യമാണല്ലോ, നമ്മുടെ ആരുടെയും കാര്യമില്ല. അമ്മ പ്രത്യക്ഷപ്പെട്ട ക്ലോക്കുമായി നെഞ്ചിൽ സമയഘടികാരം കാണിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇതിനൊക്കെ വലിയ അടയാളം കാണിച്ചുകൊണ്ട് സഭ ഈ വിഷയത്തിലേക്ക് പഠിക്കാൻ വേണ്ടി അമ്മ തീർച്ചയായിട്ടും അമ്മ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരാണ് പലരുടെ സാക്ഷ്യം പറയുന്നത്. പ്രാർത്ഥന വർണ്ണം കൊപ്പിയെടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് നടന്നോ, ഒരു കുഴപ്പമില്ല. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പം സിസ്റ്ററിൻ്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റർ എനിക്ക് ആ സാക്ഷി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പറയട്ടോ. അതായത് സിസ്റ്ററിന് ഒരു 63 വയസ്സുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ സിസ്റ്ററിനെ കണ്ടാൽ ഒരു 80 വയസ്സ് തോന്നിക്കും. എന്താ കാര്യം എന്നറിയാമോ? സിസ്റ്ററിന് ട്യൂമറാണ്, ബ്രെയിനിൻ്റെ അകത്ത് ട്യൂമറാണ്. ആ ട്യൂമറായി കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന് ഭയങ്കര സങ്കടമായി. അവരെ കൊണ്ട് ഹോസ്പിറ്റലാക്കിയപ്പോൾ ആങ്ങളോട് പറഞ്ഞ് ആങ്ങളുടെ മകനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ധ്യാനകേന്ദ്രമുണ്ട്, എനിക്ക് വേണ്ടി പോയി ഉടമ്പടി ചെയ്യും. അവിടെ അമ്മയോട് പറയണം ഈ രോഗം കഴിഞ്ഞ് എനിക്ക് പോയി ആസാമിൽ സുവിശേഷ വേല ചെയ്യണമെന്ന്. അപ്പോൾ ബ്രെയിനിൻ്റെ അകത്ത് ട്യൂമർ വളർന്നിരിക്കുകയാണ്, ക്യാൻസർ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആൾ പെട്ടെന്ന് മരിച്ചു പോകേണ്ടതാണ് ശരിക്കും. അപ്പോൾ ഡോക്ടറിനൊരു ഹോപ്പൊന്നുമില്ല. പക്ഷേ അവരെന്താ ചെയ്തിരിക്കണത്, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോയി, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് പോയി ആസാമിൽ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യണമെന്നാണ്. മിഷണറി സിസ്റ്ററാണ് അയാൾ. അയാൾ അതിനേക്കാളും നല്ല ആളായിരുന്നു. അയാൾ മനുഷ്യനെ കാണാൻ വേണ്ടി മാത്രമുണ്ട് ശരിക്കും, ഒരു പാകതയുള്ളൊരു മനുഷ്യൻ. അയാൾ വന്നിട്ട് അതുപോലെ സിസ്റ്റർ പറഞ്ഞ പോലെ സിസ്റ്ററിന് വേണ്ടി ഉടമ്പടി ചെയ്യുകയാണ്. അതായത് ഒരു കാര്യം എന്താണ്, സിസ്റ്റർ സുഖപ്പെട്ടിട്ട് ആസാമിൽ പോയി ഒരു കൊല്ലം കർത്താവിൻ്റെ വേല ചെയ്യും. അത് കഴിഞ്ഞ് കർത്താവ് വിളിച്ചോന്നാണ് പറയണം. ഒരു കൊല്ലം കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. ദൈവസ്നേഹം തീക്ഷ്ണമായ ദൈവസ്നേഹമാണ്. അയാൾ അതുപോലെ ഒന്ന് ചെയ്ത് ഒരു കൊല്ലം സിസ്റ്ററിന് ആസാമിൽ ജോലി ചെയ്യാൻ വേണ്ടി അമ്മയോട്, രോഗം അവിടെ ഇരിക്കട്ടെ, അമ്മ വിചാരിച്ച എല്ലാം നടക്കും ഞങ്ങൾക്കറിയാം, ഒരു കൊല്ലം സിസ്റ്ററിന് ആസാമിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യണം, സുവിശേഷം പ്രസംഗിക്കണമെന്നാണ്. സിസ്റ്റർ നന്നായിട്ട് പാടും. അപ്പോൾ അതുകൊണ്ട് അത് ഉടമ്പടി ചെയ്തിട്ട് അവർ സിസ്റ്ററിനെ പ്രാർത്ഥിക്കുക. സിസ്റ്ററിനെ ആശുപത്രി കൊണ്ടുപോയി ഇവർ വീട്ടിൽ വെച്ച് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബ്രെയിൻ നമ്മുടെ തലച്ചോറ് തുറന്ന് ശസ്ത്രക്രിയ ചെയ്തിട്ട്, പക്ഷേ ഡോക്ടറിനെ ഈ ബ്രെയിൻ്റെ അകത്ത് വരുന്ന സുഷ്മിന കാണ്ഡമായി അവരുടെ പിട്ടുവിട്ടൊരു ഗ്ലാൻസൊക്കെ ഇട്ട് ഈ ട്യൂമർ ഇങ്ങനെ ഒന്നായിരിക്കുകയും ചിരണ്ടിക്കഴിഞ്ഞാൽ ഗ്ലാൻഡ് പോവും. ഗ്ലാൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒത്തിരിയേറെ ട്രബിൾസ്, ഭ്രാന്ത് വരെ ഉണ്ടാകും. തന്നെ ചിലപ്പോൾ ജീവിച്ചിരിക്കത്തില്ല. അപ്പോൾ ഡോക്ടറിന് ഇത്രയും ഹൈടെക്കായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ചിരണ്ടിയിട്ടും ആ ട്യൂമർ കിട്ടണില്ല. 8 മണിക്കൂർ ഓപ്പറേഷൻ നടന്നിട്ട് എൻ്റെ ഒരു 1/4 ഇഞ്ച് ട്യൂമറാണ് ചിരണ്ടി മാറ്റാൻ കഴിഞ്ഞത്. അപ്പോഴങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പരാജയപ്പെട്ട് തുന്നിക്കെട്ടി സിസ്റ്ററിന് വെൻറ്റിലേറ്ററിൽ മാറ്റി. കാര്യം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടി വെൻറ്റിലേറ്ററെ പറ്റത്തുള്ളായിരുന്നു. വെൻറ്റിലേറ്റർ അപ്പോൾ ഡോക്ടർ പുറത്ത് വന്നിട്ട് പറഞ്ഞു, എങ്ങനെ വരുമെന്ന് അറിയത്തില്ല, അഥവാ ഇനി വന്നാൽ തന്നെ എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞു. കാര്യം ഓപ്പറേഷൻ മെഹാ കോംപ്ലിക്കേഷനായിരുന്നു, എനിക്ക് മൊത്തം ചെയ്യാൻ പറ്റിയില്ല. ഇനി തൊട്ട് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നേരെ അറിയാം ആൾ അവിടെ വെച്ച് മരിച്ചു പോകണത്, അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്തു എന്ന് പറയണം. അപ്പോൾ സിസ്റ്റർ ഇനി അഥവാ മരിച്ചു പോകും, അഥവാ രക്ഷപ്പെട്ടാൽ തന്നെ അവർക്ക് എന്തെങ്കിലും കാര്യമായ പാരലിസിസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ബ്രെയിനല്ലേ, ബ്രെയിൻ എവിടെ തൊട്ടാലും പണി കിട്ടും നമുക്ക്. പക്ഷേ ഒരു അതായത് 24 മണിക്കൂറുള്ളിൽ വെൻറ്റിലേറ്റർ മാറ്റാൻ പറ്റുന്ന രീതിയിൽ അത്ഭുതകരമായിട്ട് ഈശോ സിസ്റ്ററിനെ റിക്കവർ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻറ്റിലേറ്റർ സാധാരണ അങ്ങനെയുള്ള രോഗികൾ ചിലപ്പോൾ 1 കൊല്ലമൊക്കെ ചിലപ്പോൾ കിടക്കേണ്ടി വരും വെൻറ്റിലേറ്ററെ. ഇത് 24 മണി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വെൻറ്റിലേറ്റർ മാറ്റി. സിസ്റ്ററിന് ഓർമ്മ വന്ന് കണ്ണ് തുറന്ന് അപ്പോൾ ഡോക്ടറിന് വാ പിടിച്ചിരിക്കുകയാണ്. കാര്യം അകത്ത് ട്യൂമർ ഇപ്പോഴും ഇരിക്കുകൊണ്ടേ.
അതിൻ്റെ ആദ്യത്തെ 2-3 ആഴ്ചത്തെ റെസ്റ്റ്, 1 മാസം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഓക്കെ ആയി. ട്യൂമർ തന്നെ അകത്തിരിക്കുന്നുണ്ട്. ഓക്കെ ആയിട്ടല്ല, അവരടുത്ത ട്രെയിൻ അവർ ആസാമിൽ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. അവർ തിരിച്ച് 6 മാസം സിസ്റ്ററും കഴിഞ്ഞ് ഇന്നലെ ഇവിടെ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറയണേ, മാതാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ അമ്മയോട്. എന്താണ്? വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല, എനിക്ക് സുവിശേഷം പ്രസംഗിക്കണമെന്ന്. അപ്പോഴെൻ്റെ മനസ്സിൽ സിസ്റ്റർ എൻ്റെ മുറി ഇരുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയേ, എടാ ദൈവസ്നേഹമാണ് പ്രശ്നം. ഇപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം അല്ലേ? 1 കൊരിന്ത്യർ 13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. സ്നേഹമാണ് സലക്കോർക്ക് ഇഷ്ടം. അതായത് നമ്മുടെ ഈ കോളത്തിൽ, ഈ പച്ച പേപ്പറിൽ നമ്മൾ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്താൽ, ഇപ്പം മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തല്ല മറ്റേ ചേച്ചി, ആദ്യം ചേച്ചി സഹോദരൻ, അവർ വളർത്തി വലുതാക്കിയ ആൾക്കാർ അവരോട് സ്നേഹത്തിന് രാഹത്യം കാണിച്ചപ്പോൾ അവരുടെ പരിഭവവും ദേഷ്യവും ഉണ്ടായിരുന്നത് ക്ഷമ കൊടുത്തിട്ട് ആ ബന്ധുക്കളോടെല്ലാം അവർ ക്ഷമിച്ചില്ലേ? അപ്പോഴും ബന്ധുക്കളെല്ലാം തിരിച്ചു വന്നില്ലേ? ഇത് അതുപോലെ തന്നെ ഒന്നാണ് ഇത് ദൈവസ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം. കർത്താവ്, ഞാൻ ജീവിച്ചിരിക്കണത് എന്താണ്? നിന്നെ സ്നേഹിക്കാനാണ്. നിന്നെ സ്നേഹിക്കാൻ, അതായത് സ്നേഹത്തിന് പണ്ട് മുതലേ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, സ്നേഹത്തിന് എല്ലാത്തിനെയും കീഴടക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. നമ്മൾ 1 കൊരിന്ത്യർ 13:7 തൊട്ട് വായിച്ചു വരുമ്പോൾ സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു, അത് ട്യൂമറിനെ പോലും കൈ അടിച്ചു കടത്താണ്.